ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രീമിയർ പ്രോയിൽ നമുക്ക് എങ്ങനെ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു വോയിസ് റെക്കോർഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സ് ഫുള്ള് റിമൂവ് ചെയ്യാം. അതും സിമ്പിളായിട്ട് പ്രീമിയർ പ്രോ തരുന്ന കുറച്ച് സെറ്റിങ്സ് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു പ്ലഗിൻസും വെളിയിൽ നിന്ന് കൊണ്ടുവരാതെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയാം, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ പല വഴികളും ഇതല്ലാതെ വേറെയും വഴികളറിയാം നോയ്സ് ക്യാൻസൽ ചെയ്യാനായിട്ട്. ഇത് ഒന്നും അറിയാതെ ആദ്യമായിട്ട് പ്രീമിയർ പ്രോ ഉപയോഗിക്കുന്ന, അതിലോട്ട് വന്നിട്ടുള്ള എഡിറ്റിംഗ് ലോകത്തേക്ക് ആദ്യമായിട്ട് കാല് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനിടുന്ന പല വീഡിയോസും ഉപകാരപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വീഡിയോസ് കാണുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, ഇതൊക്കെ ഒരു വീഡിയോ ആണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, ഈ ഒരു സിമ്പിൾ ട്രിക്ക് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. ഞാനൊക്കെ ആദ്യം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രീമിയർ പ്രോയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഡിറ്റിംഗ് വരുന്ന സമയത്ത് എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഡീനോയ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോയ്സ് ഒരു ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മാറ്റിയിട്ട് അതിനെ എങ്ങനെ ഒരു MP3 ആയിട്ടോ എന്തായാലും അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ അഡോബിൻ്റെ പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തരുന്നതും അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, ഞാൻ പറഞ്ഞ പോലെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണിത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വളരെയധികം സിമ്പിളായിട്ട് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആപ്ലിക്കേഷനിലൊന്നുമാണ് ഈ പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു വണ്ടറടിച്ച് ഇങ്ങനെ എന്താ ഒന്നും പറഞ്ഞ് കിളി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും വരും. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ പാതി വഴിക്ക് കളഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വീണ്ടും പല ആൾക്കാരുടെ വീഡിയോസ് കാണുക, നിങ്ങൾ തന്നെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നോക്കുക, പയ്യെ പയ്യെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സംസാരിച്ച് കുറേ നേരമായിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ ഞാനൊരു സാമ്പിളിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഓഡിയോ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യുന്നതും എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട് ഇതിനകത്ത്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ടൈം ലൈനിൽ എങ്ങനെ വലിച്ചിടാം എന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണ്ടി കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ്, ഈ ഒരു വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എല്ലാ നോയ്സും. ഓക്കെ, അപ്പോൾ ഇതൊരു ടെസ്റ്റിൻ്റെ പർപ്പസാണ്. നമുക്കിതൊന്നും ഈ ഒരു ഓഡിയോയിൽ വരുന്ന, അതായത് ഈ ഒരു വോയിസ് റെക്കോർഡിൽ വരുന്ന ബാക്കിൽ വരുന്ന നോയ്സ് നമുക്ക് എങ്ങനെ പ്രീമിയർ പ്രോയിൽ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ, റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫുൾ ഓഫ് നോയ്സ് ആണ്. നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വോളിയം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോയ്സ് കറക്റ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ നോയ്സ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ വലത് സൈഡിലായിട്ട് ഇവിടെ എഫക്ട്സ് എന്നുള്ള പാനൽ എടുക്കുക. ഈ എഫക്ട്സ് പാനൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മുകളിൽ വിൻഡോസ് ഒന്ന് കാണും. ആ വിൻഡോസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ എഫക്ട്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. ഈ എഫക്ട്സ് എന്നുള്ളത് ഇവിടെ എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ടിക്ക് മാർക്കിട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എഫക്ട്സ് ഇവിടെയോ താഴെ എവിടെയെങ്കിലും വരും, നിങ്ങളുടെ ലേഔട്ടിൽ എവിടെയെങ്കിലും വന്ന് കിടക്കും. ഓക്കെ, ആ എഫക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങൾ ഡി നോയ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡി നോയ്സ് എന്ന് അടിക്കേണ്ട, അതായത് DEN എന്ന് അടിക്കുമ്പോൾ തന്നെ ഡി നോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഡി നോയ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, അത് കാണാം. ഇനി ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഇതിന് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് വലിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഈ വോയിസിൻ്റെ, അതായത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ മുകളിലങ്ങ് വിട്ടുകൊടുക്കുക. അവിടെ നിന്ന് ഞെക്കി പിടിച്ച്, അതായത് നിങ്ങളുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതിൻ്റെ മുകളിലങ്ങ് ഇടുക. അപ്പോൾ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ പാനലിൽ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ എഫക്ട്സ് ഒക്കെ കാണാം. ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിട്ട ഡീനോയ്സ് ഇതായി ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക നമ്മുടെ നോയ്സ് റിമൂവ് ആയിട്ടുണ്ടോ എന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പോഴും ചെറിയ തോതിൽ ആ നോയ്സ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പഴയതിനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ആ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒന്നുകൂടെ കേട്ട് നോക്കുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം.
ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് കണ്ടോ, ഇപ്പോഴും ആ ഒരു നോയ്സ് അവിടെ തന്നെ ഉണ്ട്, കുറച്ചൊന്ന് ഡിമ്മായിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ടൈറ്റിലിൻ്റെ, അതായത് ഡി നോയ്സ് എന്ന് എഴുതിയിരിക്കുന്ന ടൈറ്റിലിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഐക്കൺ കാണാൻ പറ്റും. കണ്ടോ, പ്രീസെറ്റ്സ് എന്ന്, അതായത് ഇതിനെ നമ്മളിപ്പം സാധാരണ എന്താ റീഫ്രഷ് ഒക്കെ ചെയ്യുന്ന കണക്കത്തെ ഒരു ഐക്കൺ കണ്ടോ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ളതാണ് ഇപ്പോൾ കിടക്കുന്നത് ഡി നോയ്സിൽ. അതിന് തൊട്ട് താഴെ ഹെവി നോയ്സ് റിഡക്ഷൻ എന്നുള്ളതുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള നോയ്സ് റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒന്നും നോക്കണ്ട, ഹെവി തന്നെ ഇട്ട് നോക്കുക. ഇല്ല, നിങ്ങൾക്ക് ഹെവി ഇടുമ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഹെവിയാണ് ഇട്ടിട്ടുള്ളത്, ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കേട്ടോ, അതിനകത്തുള്ള ഓഡിയോ, അതായത് ആ ഓഡിയോയിലെ നോയ്സ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറ്റുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഹെവി ഡീനോയ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയോ, അതായത് ഓഡിയോയുടെ ഈ സംസാരിക്കുന്ന ശബ്ദം കുറച്ച് റോബോട്ടിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ, ഒരു റോബോട്ടിക് എഫക്റ്റ് വരുന്ന രീതിയിൽ ഫീൽ ചെയ്തേക്കാം. പക്ഷേ അത് എല്ലാത്തിലും വരത്തില്ല, ചില ഓഡിയോയിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ തോന്നിയേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ലൈറ്റ് ഡീനോയ്സ് ഇട്ട് നോക്കുക. ലൈറ്റായിട്ടുള്ളത് ഹെവി ട്രൈ ചെയ്ത് ലൈറ്റ് ഇട്ടൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റോബോട്ടിക് വോയിസിൻ്റെ പ്രശ്നം വരില്ല. പക്ഷേ നിങ്ങൾക്ക് ഇട്ടിട്ടും ആ റോബോട്ടിക് ഫീൽ വന്നാലും കുഴപ്പമില്ല, നല്ല ഓഡിയോ ആണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ ഇട്ടോളൂ. ഇതിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഡീനോയ്സ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ ഇനി പ്ലേ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എല്ലാ നോയ്സും നമ്മൾ ഡീനോയ്സ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു വോയിസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ടെസ്റ്റിൻ്റെ പർപ്പസാണ്. നമുക്കിതൊന്നും കണ്ടോ, ഒരു നോയ്സ്, ഒരു തുള്ളി നോയ്സ് പോലും അതിനകത്ത് വന്നിട്ടില്ല. ഓഡിയോ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൊരു നമ്മുടെ വോയിസ്, അതായത് മെയിൽ വോയിസിനെ കുറച്ചുകൂടി ഒന്ന് ഒരു ബൂസ്റ്റ് ചെയ്തൊരു റോബോട്ടിക്സ് ആയിട്ട് ഒരു കുമ്മിണിയായിട്ട്, ഒരു ഇതുപോലെ ഉള്ളൂ റോബോട്ടിക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കിയെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് അതിനെ ഡീനോയ്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രീമിയർ പ്രോയിൽ തന്നെയുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനകത്ത് റോബോട്ടിക് നോയ്സ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ എഡിറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം അളവിലാണ് ഡീനോയ്സ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ആ എമൗണ്ട് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഡിയോ ഒരു റോബോട്ടിക്കായിട്ട് തോന്നിയെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വോയിസ് മാറിക്കിട്ടും. പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ്, ഈ ഒരു വോയിസിൻ്റെ കണ്ടോ, നേരത്തേക്കാളും ഒരു റോബോട്ടിക് ഫീൽ കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നോയ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പോൾ ഒരു തവണ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും എഡിറ്റ് കൊടുത്തിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു വേവ് ലെങ്ത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയായാലും പക്കയായിട്ടും നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഓഡിയോ, നമ്മളിപ്പോൾ ചെയ്ത ഓഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ഒരു MP3 ആയിട്ട് നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനായിട്ട് Ctrl+M പ്രസ് ചെയ്യുക. Ctrl+M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫയൽസിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് ഒരു കീ ഷോർട്ടാണ്. ഷോർട്ട് കട്ട് Ctrl+M പ്രസ് ചെയ്താൽ മതി, ഈ ഒരു പാനൽ ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് വേറെ ഫോർമാറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത്, പർട്ടിക്കുലർ നിങ്ങൾ റീസെൻ്റ്ലി എന്താണോ ചെയ്തത് അതായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടെ MP3 എന്നൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഹൈ ക്വാളിറ്റി ആയി കൊടുക്കുക. നമ്മളൊന്നും നോക്കേണ്ടതല്ലോ, നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ട് താഴെ വന്നിട്ട് ഔട്ട്പുട്ട് നൈം എന്നുള്ളതുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എവിടെ സേവ് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ നിങ്ങൾ ഇവിടെ നിന്നും കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പേരും കൊടുക്കുക, ആ ഓഡിയോയ്ക്ക് ഒരു പേരും കൊടുത്തിട്ട് ഇത് ഇവിടെ ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങളിവിടെ MP3 സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ വീഡിയോ, എക്സ്പോർട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ആയി കാണും കേട്ടോ. നിങ്ങളിപ്പോൾ വേറൊരു ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫോർമാറ്റ് ഞാനൊന്ന് മാറ്റുകയാണ്, വീഡിയോ ഫോർമാറ്റിലോട്ട് മാറ്റിയപ്പോൾ ഇവിടെ എക്സ്പോർട്ട് വീഡിയോ, ഓഡിയോ എന്നുള്ള ഓപ്ഷൻസ് രണ്ടും എനേബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ MP3 സെലക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ അത് ഹൈ ക്വാളിറ്റി ഏതാണോ അതും കൊടുക്കുന്നു. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓഡിയോ ബിറ്റ് റേറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട്
ഏറ്റവും ഫുൾ ക്വാളിറ്റിയിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. 320 തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. 320 അത് മാക്സിമം ബിറ്റ് റേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല, നിങ്ങൾ എക്സ്പോർട്ട് അങ്ങ് കൊടുത്താൽ മതി, എക്സ്പോർട്ട് ആയിക്കോളും. സിമ്പിൾ, അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ആ ഓഡിയോ നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തത് അവിടെ എക്സ്പോർട്ടായി കിടക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവമാണ്. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിനകത്ത് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് റിപ്ലൈ തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അത് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തന്നെ പറഞ്ഞുതരാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.